കണ്ണൂർ കുഞ്ഞിമംഗലത്ത് പഞ്ചായത്ത് ഭൂമിയിലെ മരങ്ങൾ സ്വകാര്യ വ്യക്തി മുറിച്ചു വിൽപ്പന നടത്തി. കുഞ്ഞിമംഗലം താമരംകുളങ്ങരയിൽ തീരദേശ റോഡരികിലെ 3 തണൽ മരങ്ങളാണ് സ്വകാര്യ വ്യക്തി മുറിച്ചു വിറ്റത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മരം മുറിച്ചു കടത്തിയത്. സ്വന്തം ഭൂമിയിലെ മരമെന്ന വ്യാജേനയാണ് ഇടനിലക്കാരൻ വഴി മില്ലുടമയായി കച്ചവടമുറപ്പിച്ചത്. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഇടപെട്ടതോടെ തട്ടിപ്പ് മനസ്സിലായി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലെ താമരംകുളങ്ങര പ്രദേശത്തെ തീരദേശ റോഡിലെ 3 തണൽ മരങ്ങൾ അനധികൃതമായി മുറിച്ചു മാറ്റിയത് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയത്. ജനങ്ങളുടെ ഒരു പരാതി നമുക്ക് കിട്ടിയിരുന്നു. അത് അന്വേഷിക്കുക എന്ന ദൗത്യമായിട്ടാണ് നമ്മൾ എത്തിയത്. ഇവിടെ എത്തിയപ്പോഴാണ് കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. കാരണം പഞ്ചായത്ത് റോഡരികിലുള്ള മരങ്ങൾ വെട്ടിമാറ്റുമ്പോൾ പഞ്ചായത്തിൽ നിലവിലുള്ള മരം മുറി കമ്മിറ്റിയെ അറിയിക്കുക എന്നൊരു ബാധ്യത ആ നാട്ടുകാർക്കുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ചെയ്യാതെയാണ് ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ ചേർന്ന് ഈ മരങ്ങൾ വെട്ടിമാറ്റി കാശ് കീശയിലാക്കിയത്. സംഭവത്തിൽ നാട്ടുകാർ ഇടപെട്ടതോടെ മുറിച്ച മരത്തടികൾ മില്ലിൽ നിന്ന് വാഹനത്തിൽ തിരികെ കൊണ്ടുവന്ന് വെച്ചു. 2500 രൂപ സ്വകാര്യ വ്യക്തിക്കും ഇടനിലക്കാരന് 500 രൂപയും നൽകിയാണ് മരം മുറിച്ചത്. മരം മുറി തൊഴിലാളികൾക്കുള്ള കൂലിയും വാഹനത്തിലെ കടത്തു ചെലവ് ഉൾപ്പെടെ 15,000-ഓളം രൂപയും മില്ലുടമയ്ക്ക് ചെലവ് വന്നു. മരം മുറിച്ച വിൽപ്പന നടത്തിയ വ്യക്തിക്ക് പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലായതോടെ തടിതപ്പാൻ ശ്രമിച്ചു. ഇതോടെ ഇടനിലക്കാരൻ വിവരം നൽകി മില്ലിലേക്ക് കൊണ്ടുപോയ മരം തിരികെ മുറിച്ചെടുത്ത സ്ഥലത്ത് കൊണ്ടുവന്നിടുകയായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. നിയമ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ പരാതിക്കാർക്ക് ഉറപ്പു നൽകി. ന്യൂസ് 18 പയ്യന്നൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.